മമ്പാട് പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന മമ്പാട് കോളേജ് റോഡിനോട് എംഎൽഎ പുലർത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സിപിഎം മമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എപി അനിൽകുമാർ എംഎൽഎയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടന്നുപോകാൻ പോലും കഴിയാതെ മഴ പെയ്തതോടുകൂടി റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. അതിനിടയിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് വെള്ളം തെറിച്ച് പല കുട്ടികളും സ്കൂളിൽ പോകാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ദുരവസ്ഥയുണ്ട്. ഒരു സമരത്തിന് വേണ്ടിയുള്ള സമരമല്ലേ. ആ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണത്. നമ്മുടെ കുട്ടികൾ, ഞങ്ങളുടെ ആ നാട്ടിലെ മനുഷ്യരുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. പലപ്പോഴും സ്കൂളിലേക്ക് പോയ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. മഴ നനഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടായതുകൊണ്ടല്ല, വാഹനത്തിലെ ഡ്രൈവർമാരുടെ അശ്രദ്ധയോടുമല്ല. പക്ഷെ റോഡ് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ റോഡിൽ എവിടെയാണ് കുഴിയെന്ന് ഡ്രൈവർമാർക്ക് അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവരറിയാതെ തന്നെ കുഴിയിലേക്ക് വാഹനം കടന്നു. അവിടെ നിന്ന് ചെറുക്കുന്ന ചെളിവെള്ളം കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുന്നു. അവരുടെ യൂണിഫോം അറിയുന്നു. കുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നൊരവസ്ഥ, ഇത്ര ദയനീയമായ അവസ്ഥ. MES മമ്പാട് കോളേജ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, MES ഹയർ സെക്കൻഡറി സ്കൂൾ, മമ്പാട് പഞ്ചായത്ത് ഓഫീസ്, നടുവക്കാട് ഗവൺമെന്റ് LP സ്കൂൾ, KSEB സെക്ഷൻ ഓഫീസ്, കൃഷിഭവൻ, കുടുംബാരോഗ്യ കേന്ദ്രം, MES ഓർഫനേജ്, സുന്നി വുമൺസ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഇവിടങ്ങളിലേക്ക് ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും വളരെ പ്രയാസമാണ് അനുഭവിക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് റോഡ് പ്രവൃത്തി നടത്തുന്നതിന് ഫണ്ട് നീക്കിവെക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ MLAയോട് ആവശ്യപ്പെട്ടിട്ടും പുറം തിരിഞ്ഞിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മാർച്ച് നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗം കുപ്പനത്ത് സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കിഴക്കേ തലയിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം MT അഹമ്മദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനി എളമ്പുഴ, TP ഉമൈദ്, മേജർ മുഹമ്മദ്, P അഷ്റഫ്, ലോക്കൽ സെക്രട്ടറി P അയ്യപ്പൻ, NP ഉബൈദ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.